മരിച്ചുപോയി. മറ്റൊരു മഹാൻ പറയുന്നത്, തന്റെ മകൻ മരണപ്പെട്ടപ്പോ വീട്ടിലേക്ക് നൂറുകണക്കിന് ആളുകൾ താഴ്സിയത്തിന് വേണ്ടി ചെന്നു. അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ചെന്നു. ആ സമയത്ത് അദ്ദേഹം ചോദിക്കാണ്, എന്റെ ദുനിയാവിന്റെ സമ്പത്താണല്ലേ എന്റെ മകൻ. ഈ മകൻ മരണപ്പെട്ടപ്പോ എന്നെ സമാധാനിപ്പിക്കാനും എന്നെ അനുശോചനം അറിയിപ്പിക്കാനും എന്നോട് സങ്കടങ്ങൾ പങ്കുവെക്കാനും എന്റെ സങ്കടത്തിൽ പങ്കുചേരാനും എത്രയോ മനുഷ്യന്മാര് വരുന്നുണ്ടല്ലോ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയപ്പോ ഒരാളും എൻ്റെ അരികിലേക്ക് എന്നെ സമാധാനിപ്പിക്കാൻ വന്നില്ലല്ലോ. സ്വന്തം മകൻ മരണപ്പെടുന്നതിനേക്കാൾ വേദനയോടെ കണ്ടത് ഒരു വഖത്ത് ജമാഅത്ത് നഷ്ടപ്പെടുന്നതാണ്. ഇതാണ് ഹലാവത്തുൽ ഈമാൻ എന്ന് പറയുന്നത്. ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, അതൊരു വല്ലാത്ത സുഖമാണ്. പിന്നെ ഓരോ ഇബാദത്തിലും അതിൻ്റെ രസമാണ് അവിടെയാണ്. സ്വന്തം വീട്ടിൽ മരണസമയത്ത് വാപ്പ മരണവപ്രാളത്തിലാണ്. ആ സമയത്ത് മകനാകെ ബേജാറാവുകയാണ്. ആകെ പേടിച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോ മകനോട് വാപ്പ പറയുന്നു, മോനെ, എന്റെ കാര്യമോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, എന്റെ കാര്യമോർത്ത് നീ വേദനിക്കണ്ട. ആ കാണുന്ന മൂലയുണ്ടല്ലോ, ഈ റൂമുണ്ടല്ലോ, അവിടെ ഇരുന്നിട്ട് 14,000 ഖത്തമാണ് മോനെ ഞാൻ തീർത്തത്. എത്ര ഖത്തമ്? 14,000 ഖത്തമ് ഞാൻ ഇവിടെ ഓതി തീർത്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, 14,000 ഖത്തം ഒരാൾക്ക് എങ്ങനെ ഓതി തീർക്കാൻ കഴിയുന്നു? അത് അവരെ ഉള്ളിൽ തട്ടിയ ഈമാനിന്റെ മധുരമാണ്. ഖുർആൻ എടുക്കുമ്പോഴത്തേക്കും ഉറക്കം വരുന്ന അവസ്ഥയുണ്ടോ? ഖുർആൻ ഒന്ന് തൊടുമ്പം അല്പം ദിക്ർ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആ ഖുർആൻ എടുത്ത് ഓതുമ്പം ദിക്ർ ചെല്ലുമ്പോ ഒരു മടുപ്പും വെറുപ്പും ചടപ്പും വരുന്നുണ്ടോ? എന്റെ സഹോദരന്മാരെ, ഈമാനിന്റെ മധുരത്തിന്റെ കുറവാണ്. എന്താ കാരണം എന്നറിയോ? നമ്മൾ ഈ ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ, സാധാരണ ഭക്ഷണം എന്ന് പറയുന്നത് ഫിസിക്കൽ ബോഡിയുടെ ആവശ്യമാണ്. നിങ്ങൾ നല്ല അടിപൊളി രുചിയുള്ള ഫുഡ്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫുഡ് മുന്നിൽ കൊണ്ടുപോയി വെച്ച ഒരു സൽക്കാര വീട്ടിലാണ്, നോമ്പ് തുറക്കാൻ പോയതാണ്. ബിരിയാണി ഉണ്ട്, കപ്സുണ്ട്, പത്തിരിണ്ട്, പൊറോട്ട ഉണ്ട്, ഇറച്ചിയുണ്ട്, കാടുണ്ട്, മീനുണ്ട്, ബീഫുണ്ട്, ആടുണ്ട്, എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വ്യത്യസ്ത രീതിയിൽ പൊരിച്ചതും വറുത്തതും എല്ലാ രീതിയിലും റെഡിയാക്കി വെച്ചു. നിങ്ങൾ 6 പേര് ആ മേശയ്ക്ക് ചുറ്റും ഇരുന്നു. സുബ്ഹാനല്ലാഹ്, 5 പേരും വയറു നിറയെ ഫുഡ് കഴിക്കുന്നു. ഒരാൾ പറയുന്നു ഏറ്റവും ടേസ്റ്റ് ഉള്ളത് മന്തിയാണ്, മറ്റേ ആള് പറയുന്നു ബിരിയാണിയും മോശമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ മറ്റേ ആള് പറഞ്ഞ പത്തിരിയും കോഴിക്കറിയും ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാ കൂട്ടത്തിൽ ഒരുത്തനുണ്ടല്ലോ, അവൻ ഏത് ഫുഡ് എടുത്ത് വായിലിട്ടാലും രസല്യല്ലോ, രസല്യല്ലോ, ഇതൊരു സുഖല്യല്ലോ എന്ന് പറയുന്ന വിധം ഒന്നിനും ടേസ്റ്റ് ഇല്ല, അവനെല്ലാം തുപ്പിക്കളയാണ്. ബാക്കിയുള്ള 5 ആളുകൾക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ്, ഒരാൾക്ക് തീരെ ടേസ്റ്റ് ഇല്ല. ഇവിടെ കുഴപ്പം എന്താണ്? ഈ ഭക്ഷണത്തിന്റെ കുഴപ്പമല്ല, ഇത് കഴിക്കുന്ന ചങ്ങാതിക്ക് പനി പിടിച്ചതാണ്. പനി പിടിച്ചാൽ വായക്കൊരു കയ്പ് വരാനുണ്ട്, പിന്നെ ഒരു ഭക്ഷണത്തിന്റെയും രുചി അറിയൂല. നല്ല പല്ലുവേദനയുള്ളയാൾക്ക് നല്ല മധുരമുള്ള ഹലുവയുടെ കഷ്ണം കൊണ്ടുപോയി കൊടുത്തു നോക്ക്, അതിന്റെ രുചി അറിയാൻ അവർക്ക് കഴിയില്ലല്ലോ. അത് ഹലുവന്റെ കുഴപ്പമല്ല, പല്ലിന്റെ കുഴപ്പമാണ്. ഇതേ രൂപത്തില് നമ്മുടെ ആത്മാവിന് കേടുവന്ന് കഴിഞ്ഞാൽ, ഈമാനിന് മധുരം കിട്ടാതെയായി കഴിഞ്ഞാൽ ഇബാദത്തിന്റെ രസം അനുഭവിക്കാൻ കഴിയില്ല. ഈമാനിന്റെ മധുരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഇബാദത്തിനും നമ്മൾക്ക് സുഖം കിട്ടൂല. അതുകൊണ്ട് തന്നെ എൻ്റെ സദസ്സിനോട് പറയട്ടെ, ഞാനും നിങ്ങളും നമ്മുടെ ഈമാനിന്റെ മധുരം കൂട്ടാനുള്ള പണിയാണ് ചെയ്യേണ്ടത്. ഈമാനിന്റെ മധുരം കിട്ടണമെങ്കിൽ 3 കാര്യം ശ്രദ്ധിച്ചേ പറ്റൂ. മഹാനായ സയ്യിദുന ഹസനുൽ ബസരി തങ്ങൾ പറയാണ്, 1, ദുനിയാവിനെ ചെറുതായി കാണണം.
ദുനിയാവിന് വേണ്ടി നെട്ടോട്ടം ഓടുന്നതിൻ്റെ ഇടയിൽ, ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരക്കമ്പാച്ചിലിന്റെ ഇടയിൽ ഹറാമും ഹലാലും നമ്മൾ മറന്നു പോവുകയാണ്. എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ചിന്തയാണ്. അത് നമ്മുടെ ഈമാനിന് ചുരുക്കിക്കളയും. ദുനിയാവ് തീരെ വേണ്ട എന്നല്ല, ദുനിയാവിന് ആഖിറത്തിനേക്കാൾ വില കൊടുക്കാൻ പാടില്ല. ആഖിറത്തിന്റെ പകുതി വില പോലും ദുനിയാവിന് കൊടുക്കാൻ പാടില്ല. അല്ലദീന യസ്തറൂനൽ ഹയാത്ത ദുനിയാ ബിൽ ആഖിറ, ദുനിയാവിനെ പരലോകത്തെ വിറ്റിട്ട് ദുനിയാവ് വാങ്ങുന്ന ആളുകളാവാൻ പാടില്ല നമ്മൾ. ഏത് സമ്പാദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും ഇതെന്റെ ആഖിറത്തിനെ നഷ്ടപ്പെടുത്തുമോ എന്ന ആലോചനയ്ക്ക് ശേഷമേ അതിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് ഖുർആനിനെ അങ്ങേയറ്റം മഹബത്ത് വെക്കുക. ഖുർആൻ പാരായണം ചെയ്യൽ എത്രത്തോളമുണ്ടോ, നിങ്ങൾക്ക് ഈമാനുണ്ടോ എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഖുർആൻ ഓതി നോക്കുക. ഒരു 2 പേജ് ഖുർആൻ ഓതുമ്പോഴത്തേക്കും മടുപ്പ് വരുന്നുണ്ടോ? ആ സ്കാനിങ്ങിൽ ബോധ്യപ്പെട്ടു ഈമാൻ കുറവുണ്ട്. ഒരു 3 പേജ് ഖുർആൻ ഓതുമ്പോഴത്തേക്കും ഉറക്കം തൂങ്ങിയോ? നിനക്ക് ഈമാനിന്റെ കുറവുണ്ട്, നമുക്ക് ഈമാനിന്റെ കുറവുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു. 1 ദുനിയാവിനെ ചെറുതായി കാണുക, 2 ഖുർആനിനെ അധികമായി പാരായണം ചെയ്യുക, 3 ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരം പതിവാക്കുക, തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. തോന വേണ്ട, 2 റക്അത്തെങ്കിലും എന്നും സുബഹിന്റെ മുമ്പ് ഒരു 1/4 മണിക്കൂറും എഴുന്നേറ്റ് സുബഹിയാൻ കൊടുക്കുന്നതിന് മുമ്പ്. റമദാനിൽ എന്തായാലും നിങ്ങൾ നിസ്കരിക്കും. റമദാനിൽ തഹജ്ജുദ് നിസ്കരിക്കാത്തവനെ പറ്റി എന്താ പറയാ? ഏതായാലും ആ സമയത്ത് അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുക. ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കാതെ ഒരുത്തൻ ഉറങ്ങുന്നുണ്ടെങ്കിൽ അവനെ കുറിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ. റമദാൻ ആണെങ്കിലും അല്ലെങ്കിലും തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. 3 കാര്യങ്ങൾ: 1 ദുനിയാവിനെ ചെറുതായി കാണുക, 2 ഖുർആനിനെ മഹബത്ത് വെക്കുക, 3 തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു